എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ചുടൻ സ്നേഹിച്ചിരിക്കും തീർച്ചയായും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് ഒന്നാമത്തെ പൈലായ ആന എന്ന പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിച്ചിരിക്കും എന്നതാണ് നാം പറയുന്നത്. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തി നിങ്ങളുടെ ജീവിത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതശൈലിയുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പരമാവധി സ്നേഹം ആ വ്യക്തിക്ക് നൽകി ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ചില അകൽച്ചകൾ അവിടെ ദൃശ്യമാണ്. നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നതിന് ആനുപാതികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ സംശയമുണ്ട്. എന്തുകൊണ്ട് ആ വ്യക്തിക്ക് ഞാൻ സ്നേഹിക്കുന്നത് പോലെ എന്നെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖവും നിങ്ങൾ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ചില സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് പകരമായി ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പല ആളുകളും നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടിയത് മുതൽ അത് കൃത്യമായ അസൂയയുമായി നിങ്ങളോട് ചേർന്ന് നടക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ നിങ്ങളിൽ നിന്ന് പല രഹസ്യങ്ങളും പിടിച്ചെടുക്കുകയും ആ രഹസ്യങ്ങൾ ആ വ്യക്തിക്ക് കൈമാറുകയും അങ്ങനെ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ നടത്തി. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് സാധിച്ചിട്ടില്ല. കാരണം ശത്രുക്കൾ അത്രത്തോളം ദൂരം സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രതിസന്ധികൾ ഉണ്ടാക്കി. മാത്രമല്ല പലപ്പോഴും പല രഹസ്യങ്ങളും ഈ ശത്രുക്കൾക്ക് നിങ്ങളുടെ പ്രവർത്തനം മൂലം തന്നെ ലഭിക്കുകയും ചെയ്തു. കാരണം നിങ്ങൾ ആ ശത്രുക്കളായിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ അടുത്ത് പെരുമാറുകയും അത്തരം ആളുകളുമായിട്ട് കൂടുതൽ യോജിപ്പോടുകൂടി സഞ്ചരിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങളിൽ നിന്ന് അവർ പിടിച്ചെടുത്ത രഹസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതം തകർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ കാലം കഴിയുകയാണ്. അവർക്ക് നടത്താനുള്ള ശ്രമങ്ങൾ അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ആ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആത്യന്തികമായി നിങ്ങളെ തകർക്കാനോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ശ്രമങ്ങളെല്ലാം തന്നെയും പരാജയപ്പെടുകയോ എന്നേക്കുമായി നിന്നുപോവുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഒരിക്കലും അവർക്ക് നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വ്യക്തിക്ക് മുമ്പിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അവരുടെ കളി നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഉള്ള കുറേ സത്യാവസ്ഥ അറിയാൻ കഴിയുന്നു. ആ സത്യാവസ്ഥ അറിഞ്ഞ ആ വ്യക്തി തിരിച്ചു വരുന്നൊരു ഘട്ടമാണ് ഇനി സംജാതമാകാനുള്ളത്. അവരുടെ എല്ലാ കള്ളങ്ങളും പുറത്തായിരിക്കുന്നു ആ വ്യക്തി മനസ്സിലാക്കുന്നു. നമുക്ക് അടുത്ത ഫയലിലേക്ക് പോകാം. സിംഹം എന്ന ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് ഇനി പറയുന്നത്. ഒരുപാട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു നിങ്ങളുടെ വ്യക്തി ക്രൂരനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ക്രൂരയോ ആയൊരു വ്യക്തിയാണെന്നും ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തിയുമായി ഒരുമിച്ച് ഒരു ജീവിതം സാധ്യമല്ലെന്നും പറഞ്ഞ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ എന്നുള്ള വ്യാജേന നിങ്ങളെ സമീപിച്ച ചില ആളുകൾ പറഞ്ഞു വരുത്തുകയും അതപ്പാടി വിശ്വസിക്കുകയും ഒരിക്കൽ കൃത്യമായി സ്നേഹിച്ചിരുന്ന നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുകയും ആ വ്യക്തിയെ ആയിട്ട് കൃത്യമായൊരു അകൽച്ച പാലിക്കുകയും മനഃപൂർവ്വം ആ വ്യക്തിയിൽ നിന്ന് അകന്ന് കഴിയാനുള്ളൊരു സമീപനം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള ചില ആളുകളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ തള്ളിപ്പറഞ്ഞതും ആ വ്യക്തിയുമായിട്ട് ഒരു ബന്ധത്തിന് ഇനിയില്ല എന്നുള്ള രീതിയിൽ മാനസികമായിട്ടെങ്കിലും അകന്നത്. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി ആരാണോ ആ വ്യക്തിയിൽ നിന്നും അകലാൻ നിങ്ങൾ ഉപദേശിച്ചത് അവരുടെ ചില നീക്കങ്ങൾ ആയിരുന്നു നിങ്ങളെയും അവരെയും അകറ്റാനുള്ള കാരണം. അല്ലാതെ സത്യാവസ്ഥ മറ്റൊന്നായിരുന്നു. എങ്ങനെയെങ്കിലും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സന്തോഷകരമായ ജീവിതം തകർക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം.
അവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളാണെന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിച്ചതും നിങ്ങളോട് പറഞ്ഞതും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ളൊരു അകൽച്ചയ്ക്ക് അത് കാരണമായി. ആ അവസരവും മുതലെടുത്ത് വീണ്ടും വീണ്ടും അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചതും അവർ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വന്നിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി അടുക്കാനായിട്ട് ശ്രമിച്ചപ്പോഴും നിങ്ങൾ മുമ്പ് ചെയ്ത പ്രവൃത്തികൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ അധികകാലം ആ വിഷമം ഉണ്ടാവില്ല. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തും. കാരണം ആ വ്യക്തിക്ക് കൃത്യമായ ഒരു ധാരണ, കൃത്യമായ ഒരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ചില ആളുകളാണെന്നും അവർ പറഞ്ഞ് പറ്റിച്ചതനുസരിച്ചാണ് നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിച്ചത് എന്നുള്ള വിവരം ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നു. ആ വ്യക്തി ഉടൻ നിങ്ങളെ മനസ്സിലാക്കും, സ്നേഹിക്കും. ആ നഷ്ടപ്പെട്ട ജീവിതം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. മറ്റുള്ളവരുടെ വാക്കുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാവിൻ തുമ്പിലോ അല്ല നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ മനസ്സാൽ അറിഞ്ഞ നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കുക. മറ്റുള്ളവർക്ക് പല അജണ്ടകളുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാൻ വൈകി. ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാക്കി സാധിച്ചിരിക്കുന്നു നിങ്ങളല്ല അതിൻ്റെ കാരണം. നിങ്ങളെക്കൊണ്ട് തീരുമാനം എടുപ്പിച്ചത് മറ്റു ചിലരാണെന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചിരിക്കുന്നു. അങ്ങനെ ആ വ്യക്തി തിരിച്ചെത്തും എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.